വി ടി ഗ്രാഫെന്ന് ഇവിടെ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. നമുക്ക് ഡയറക്റ്റ് എക്സ് ടി ഗ്രാഫ് ഉണ്ടാക്കുന്ന പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കോർഡിനേറ്റ്സ്. സോ ഇനീഷ്യലി നമ്മുടെ ബോഡി എങ്ങനെയാണ് പോകുന്നത്? നമ്മുടെ ബോഡി ഒരു ആക്സലേഷൻ ഉണ്ട്, ഒരു യൂണിഫോം ആക്സലേഷൻ ഉണ്ട്. ആക്സലേഷൻ പോസിറ്റീവാണ്. ഒരു വെലോസിറ്റി ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. സോ അത് മാത്രമല്ല, എവിടെ നിന്ന് തുടങ്ങുന്നത്? -10 എന്നാണ് തുടങ്ങുന്നത്. പിന്നെ റെസ്റ്റിലാണ് ഉള്ളത്, അല്ല ഓൾറെഡി ഇതുണ്ട്. സോ -10 എന്നാണ് തുടങ്ങുന്നത്. സോ -10 ഇവിടെ വരക്കാം. റെസ്റ്റിലല്ല തുടങ്ങുന്നത്. സോ ഇങ്ങനെ അങ്ങ് പോകും. എത്ര സെക്കൻഡ് വരെ? 4 സെക്കൻഡ് വരെ. കാരണം എന്തുകൊണ്ട്? ഇവിടെ വെലോസിറ്റി എന്താണ്? പോസിറ്റീവാണ്. വെലോസിറ്റി പോസിറ്റീവാണ്. പക്ഷേ വെലോസിറ്റി എന്തായി? കൂടി വരുന്നതും ചെയ്യുന്നുണ്ട്. വെലോസിറ്റി കൂടി വരുന്നുണ്ട്. വെലോസിറ്റിയും പോസിറ്റീവാണ്. അപ്പം വെലോസിറ്റി സ്പീഡപ്പ് ആവുന്ന ഡാറ്റ് മീൻസ് ആക്സലേഷൻ പോസിറ്റീവാണ്. സോ ആക്സലേഷൻ ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എത്രയാണ്? ഹാഫ് ഇൻറ്റു a+b ദാറ്റ് ഈസ് 60 ഇൻറ്റു എത്ര ഡിസ്റ്റൻസ്? 4 അല്ലേ? അപ്പം 2 അപ്പോൾ 120. ഡിസ്പ്ലേസ്മെൻറ്റ് 120 എന്നാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 120 എന്ന് പറഞ്ഞാൽ ഈ -10 ഇനി 120. -10 ഇനി 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 110 സോ ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് 110. അതിന് ശേഷം ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻറ്റ് ദാറ്റ് മീൻസ് ഇനിയുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. എത്ര വരെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്? സ്വാഭാവികമായിട്ടും 8 സെക്കൻഡ് വരെ. ഓക്കെ, ഇനി അവിടം വരെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് 4 ഇൻറ്റു 5 ദാറ്റ് ഈസ് 4 ഇൻറ്റു 50 200 അപ്പോൾ +200 ഇവിടെ നിന്ന് ഒരു 200 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 200 + 110 എന്ന് പറഞ്ഞാൽ 10 1 310. അപ്പോൾ ഇവിടെ 310 എന്നുള്ള കാര്യം കിട്ടി. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, ബിക്കോസ് എക്സ് ടി ഗ്രാഫിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. ഇനി അതിന് ശേഷം നോക്കി നോക്കും, ഇവിടുന്ന് വെലോസിറ്റി ഇങ്ങനെ കുറയുന്നുണ്ട്. ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. സോ വെലോസിറ്റി കുറയുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ വെലോസിറ്റി പോസിറ്റീവ് തന്നെയാണ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് പോസിറ്റീവാണ് വേണ്ടത്. അങ്ങനെ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വരച്ചേ. കാരണം വെച്ചാൽ ഇവിടെ വെലോസിറ്റി പോസിറ്റീവ് തന്നെയാണ്. അപ്പം സ്ലോപ്പും പോസിറ്റീവ്. മെല്ലെ വെലോസിറ്റി കുറയുന്നുണ്ട്. സോ വെലോസിറ്റി മെല്ലെ കുറയുന്നത്, വെലോസിറ്റി പോസിറ്റീവ്. ദാറ്റ് മീൻസ് ആക്സലേഷൻ നെഗറ്റീവാണ്. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ആ 10 സെക്കൻഡിൽ വെലോസിറ്റി 0 ബിക്കോസ് സ്ലോപ്പ് 0 ആയി, റൈറ്റ്? അപ്പം അവിടം വരെ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2ൻ്റെ ഹാഫ്. അപ്പം 1 ഇൻറ്റു 5 50. അപ്പോൾ ഇവിടെ നിന്ന് 50 കൂട്ടാം. അപ്പം എത്ര കിട്ടും? 360 ആവും, റൈറ്റ്? അതിനുശേഷം ചങ്ങായി എന്തായി? താഴോട്ടേക്ക് പോയി. വെലോസിറ്റി നെഗറ്റീവായി തുടങ്ങി. വെലോസിറ്റി നെഗറ്റീവായിട്ട് എങ്ങനെയാണ് അവിടെ വെലോസിറ്റി നെഗറ്റീവ് ആകുന്നുണ്ട്? മാത്രമല്ല ആക്സലേഷനും ഉണ്ട്. പിന്നെ വെലോസിറ്റി കൂടിയാണ് വരുന്നത്. അപ്പം ആക്സലേഷൻ ഉണ്ട്. ആക്സലേഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. അപ്പം കൂടിയാണ് വരുന്നത്. അത് എവിടം വരെയാണ്? ഇത് നെഗറ്റീവാണല്ലേ? അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ 2ൻ്റെ പകുതി 1 ഇൻറ്റു 50 നെഗറ്റീവ്. സോ 50 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവാം? 50 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷൻ വരെ തന്നെ, ഇങ്ങനെ ഇവിടം വരെ. സമയമോ? സ്ട്രൈറ്റ് ലൈൻ അല്ല വേണ്ടത്, സോറി. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ഉണ്ടാവുക, ഇങ്ങനൊരു കർവ് വേണം. കാരണം വെച്ചാൽ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലല്ലോ, വെലോസിറ്റി കുറഞ്ഞ വരുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ വെലോസിറ്റി ഇനി കൂടുന്നു. സ്ലോപ്പ് മെല്ലെ കൂടി വരാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല ആക്സലേഷൻ നെഗറ്റീവായിട്ട് തന്നെ കറക്റ്റ് വരുന്നത്. കാരണം വെലോസിറ്റിയും കൂടുന്നുണ്ട്, ആക്സലേഷനും കൂടുന്നുണ്ട്. വെലോസിറ്റി ഡയറക്ഷൻ നെഗറ്റീവ്, ദാറ്റ് മീൻസ് ആക്സലേഷൻ്റെ നെഗറ്റീവ്. അപ്പോൾ എല്ലാം കറക്റ്റാണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 310 തന്നെ. നേരത്തെ 50 കൂട്ടി, ഇപ്പം 50 കുറച്ച്, ബിക്കോസ് 1 ഇൻറ്റു 50 തന്നെ കറക്റ്റ്. ഇനി അടുത്തതാണെങ്കിലോ, അടുത്തത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയി പോലും. അപ്പോൾ അടുത്തത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയി. അത് എവിടം വരെയാണ്? 2 ഇൻറ്റു 50 100. അപ്പോൾ -100. ഇവിടുന്ന് 100 കുറക്കുക. അപ്പോൾ എത്രയാണ്? ഇവിടെ 100 കുറച്ചാൽ 210. അപ്പോൾ 210 എന്ന് പറഞ്ഞ പൊസിഷൻ വരെ എന്തായിരിക്കും വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ നിന്ന് നീട്ടി നടക്കാല്ലേ, ഈ ഒരു പോയിൻ്റ് വരെ. ഇവിടെ നിന്നൊരു കോൺസ്റ്റൻറ്റ് ഇങ്ങനെ. അപ്പോൾ എത്ര സെക്കൻഡ് അത്? ഇതെന്ന് പറഞ്ഞാൽ 12 സെക്കൻഡ് കേട്ടോ. ഇത് 12 സെക്കൻഡ്. ലാസ്റ്റ് ഇത് എത്രയാണ്? ലാസ്റ്റ് 14 സെക്കൻഡ്. ഇവിടെ നോക്കിക്കോ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി ഇത് നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പം നോക്കിക്കോ, സ്ലോപ്പ് നെഗറ്റീവ് തന്നെ അല്ലേ? കറക്റ്റ്, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഗ്രാഫ്. തന്നെയാണ്, നോക്കട്ടെ. കറക്റ്റാണ്. ഇതാണ് ഫൈനൽ ഗ്രാഫ്, കറക്റ്റ്. ഈ ഗ്രാഫ് നമുക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും കിട്ടുമല്ലോ സ്വാഭാവികമായിട്ടും. ഇനി പാർട്ടിക്കൽ സ്റ്റാർട്ട് ഫ്രം മോഷൻ ഫ്രം റെസ്റ്റ് ഫ്രം ഒറിജിൻ ആൻഡ് മൂവ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ആക്സലേഷൻ ടി ഗ്രാഫ്? വളരെ സിമ്പിളാണ്. ആക്സലേഷൻ ടി ഗ്രാഫ് ഞാൻ ഇപ്പം വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം എന്താണ്? ഫസ്റ്റ് എന്താ? റെസ്റ്റ് ആൻഡ് മൂവ് ഫ്രം ഒറിജിൻ. നമുക്ക് ആദ്യം വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഇനീഷ്യലി എന്തായി? 0 മുതൽ 4 സെക്കൻഡ്സ് വരെ ഒരു ആക്സലേഷൻ ഉണ്ട്. പോസിറ്റീവ് ആക്സലേഷൻ ആണ്. അപ്പോൾ എത്രയാണ്?
ദാറ്റ് ഈസ് ടാൻ തീറ്റ ദാറ്റ് ഈസ് 40/4 ദാറ്റ് ഈസ് 10. സോ 10 ഫസ്റ്റ് 4 സെക്കൻഡ്. അതിന് ശേഷം ആക്സലേഷൻ കാരണം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ആക്സലേഷൻ ഇല്ല. അതിന് ശേഷം ആക്സലേഷൻ നെഗറ്റീവ് ഡയറക്ഷനിൽ എത്രയാണത് ഓപ്പോസിറ്റ് സൈഡ്. സോ 20/2 ദാറ്റ് ഈസ് അഗെയിൻ 10. സോ -10ലേക്ക് ആക്സലേഷൻ ഉണ്ട്. പിന്നെ എന്താണ് വേണ്ടത്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. സോ എക്സ് ടി ഗ്രാഫും കൂടി വരക്കാം. എക്സ് ടി ഗ്രാഫ് നമുക്ക് റഫായിട്ട് വരക്കാം. ആദ്യം ഇനീഷ്യലി പോസിറ്റീവ് ആക്സലേഷൻ ദാറ്റ് മീൻസ് കുഷിവാല ഗ്രാഫ് റൈറ്റ്. സോ കുഷിവാല ഗ്രാഫ്. മാത്രമല്ല ഇത് റെസ്റ്റ് നിന്ന് തുടങ്ങുന്നത്. റെസ്റ്റ് നിന്ന് തുടങ്ങുമ്പോൾ ആദ്യം ഇനീഷ്യൽ x0 വെലോസിറ്റി ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ തുടങ്ങുന്നത് ആ രീതിയിൽ തുടങ്ങണം. ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ തുടങ്ങി അവിടെ നിന്ന് എന്തായി വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയി. ദാറ്റ് മീൻസ് ഇവിടെയുള്ള സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് ഇങ്ങനെ സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്. പിന്നെ എന്തായി വെലോസിറ്റി മെല്ലെ കുറയാൻ തുടങ്ങി. നെഗറ്റീവ് ഡയറക്ഷൻ വെലോസിറ്റി കുറയുന്നുണ്ട്, നമ്മൾ പോസിറ്റീവ് തന്നെ. അങ്ങനെ വെലോസിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ ആക്കുന്നില്ല, കാരണം വെച്ചാൽ വെലോസിറ്റി 0 എന്ന പോയിൻ്റ് അവിടെ പറഞ്ഞിട്ടില്ല. സോ ഇത്രേ പോകുന്നുള്ളൂ, 0 ആവുന്നില്ല. മെല്ലെ വെലോസിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ആക്സലേഷൻ കുറവായിരിക്കും, കാരണം വെലോസിറ്റി പോസിറ്റീവാണ്, വെലോസിറ്റി കുറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ആക്സലേഷൻ നെഗറ്റീവാണ്. അങ്ങനെ ഇവിടെ നിന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് വളരെ സിമ്പിളായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഇവിടെ നമുക്ക് ഇപ്പം ഇവിടുന്ന് 20 നമുക്ക് ഇങ്ങനെ തിരിഞ്ഞുണ്ടാവും അല്ലേ. ആക്ച്വലി ശരിക്കും ഈ ആക്സലേഷൻ ടൈം ഗ്രാഫ് എന്നാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടുപിടിക്കേണ്ടത്. അതൊന്നും സാറ് പറഞ്ഞത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. ഏതായാലും ഇവിടുന്ന് ഇനി ഇത് ഏത് വെലോസിറ്റിയിലാണ് നിർത്തിയെന്ന് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 6th സെക്കൻഡ്സ് മുതൽ 8th സെക്കൻഡ്, 6th സെക്കൻഡ് മുതൽ 8th സെക്കൻഡുള്ള ഏരിയ അണ്ടർ ദിസ് തിങ്. ദിസ് ഇസ് മൈനസ് അല്ലേ. സോ മൈനസ് എന്തായിരിക്കും, ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2 × 10 ദാറ്റ് ഈസ് 20. ചേഞ്ച് ഇൻ വെലോസിറ്റി 20 ആണ്. അപ്പോൾ ഇനീഷ്യലായിട്ട് വെലോസിറ്റി 40 ആണ്. സോ ഫൈനൽ വെലോസിറ്റി അത് അറിഞ്ഞുകൂടാ, അതിനെ ഞാൻ വി ഫൈനൽ എന്ന് വിളിക്കാം. വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ദാറ്റ് ഈസ് 40 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി -20. സോ വി ഫൈനൽ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 20 കിട്ടും. അതാണ് നമുക്ക് ഇവിടെ വി ഫൈനൽ 20 കിട്ടിയിട്ടുള്ളത്. സോ ആക്സലേഷൻ ടൈം ഗ്രാഫിലുള്ള ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. സോ അത് വെച്ചിട്ട് നമുക്ക് വി ടി ഗ്രാഫിൽ ഓരോ സമയത്ത് ഇനി എത്രയാണ് വെലോസിറ്റി വേണ്ടത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഇതാണെങ്കിലോ, ഇതെന്താണ് വെലോസിറ്റി കണ്ടെത്താൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങൾ അല്ലേ. ഇതിൻ്റെ ഏരിയ കണ്ടെത്തി ഗ്രാഫ് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, വി ഡി ടി ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയല്ലേ ഈ സാധനം. ഓക്കെ, ഇതെല്ലാം അറിയുന്നത് തന്നെയാണ്. നമുക്കിനി എന്താ ആക്സലേഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ശരി, ആക്സലേഷൻ ടൈം ഗ്രാഫ് ഇതാ തന്നിട്ടുണ്ട്. ടൈം t = 0, വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ 60 m/s ആണ്, ഒറിജിനലാണത്. സോ ആദ്യം നമുക്ക് വി ടി ഗ്രാഫിനെ വരച്ചളയാം. സോ വി ടി ഗ്രാഫ് വരക്കുമ്പോൾ ആദ്യം ഇനീഷ്യലി ആക്സലേഷൻ 10 ആണ് പോലും, 4 സെക്കൻഡിൽ 10. ദാറ്റ് മീൻസ് എവിടെ നിന്ന് തുടങ്ങുന്നത്, 60 m/s. സോ 60 m/s തുടങ്ങും. 4 സെക്കൻഡ് വരെ ഒരു വര, ഇങ്ങനെ നേരെ വരെയായിരിക്കും. ശരി, ഇനി 60 m/s തുടങ്ങും. ആക്സലേഷൻ എത്ര, 10. അപ്പോൾ 4 സെക്കൻഡിന് ശേഷം ഈ y ആക്സിസ് അല്ല വെലോസിറ്റി എത്രയാണെന്ന് ചിന്തിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ടാൻ തീറ്റ എടുത്ത് ചെയ്യാം. ടാൻ തീറ്റ വെച്ചിട്ട് ടാൻ തീറ്റ = 10 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉള്ള ഏരിയ കണ്ടെത്താം. ഏരിയ എന്ന് പറഞ്ഞാൽ 10 × 4 = 40. സോ 40 പ്ലസ് കൂടണം 60 40 കൂടെ 100, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്യാം. യൂണിറ്ററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആക്സലേഷൻ 10 m/s ആണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ കൂടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ 60 നിന്ന് 4 സെക്കൻഡ് ആകുമ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ കൂടുന്നുണ്ട്. സോ 60 നിന്ന് 70 80 90 100. 4 സെക്കൻഡ് ആകുമ്പോൾ 100 ആവും. യൂണിറ്ററി മെത്തേഡ്. ഇനി ഞാൻ കംപ്ലീറ്റ് യൂണിറ്ററി മെത്തേഡായിരിക്കും പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ 2 മെത്തേഡ്സ് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏരിയ കണ്ടെത്താം, എന്നിട്ടോ വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് വി ഇനീഷ്യൽ വി ഫൈനൽ അറിഞ്ഞൂടാ, അങ്ങനെ നമുക്ക് ഈ 100 കണ്ടെത്താം. അല്ലെങ്കിൽ യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അത് 10 ആവണം. അങ്ങനെ ആകുമ്പോൾ 4 ആ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, അതിനുശേഷം എന്തായി, ഇവിടെ ആക്സലേഷൻ ഒന്നും ഇല്ല പോലും. ദാറ്റ് മീൻസ് വെലോസിറ്റി കോൺസ്റ്റന്റ് 100 m/s 6 സെക്കൻഡ് വരെ. അതിനുശേഷം വീണ്ടും ആക്സലേഷൻ വന്ന് -25 പോലും, -25 പോലും. 10 സെക്കൻഡ് വരെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ 10 സെക്കൻഡ് വരെ ആദ്യം 40 100 ഉണ്ടത്. 10 സെക്കൻഡ് വരെ എത്ര കുറയും, അത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ. 10 സെക്കൻഡ് ആകുമ്പോൾ ഈ പറഞ്ഞ വൈ ആക്സസ് എത്ര ഉണ്ടാവുന്ന ഡൗട്ട് ഉണ്ടാവും. പിന്നെ 10 സെക്കൻഡ് വരെയാണ് പോകുന്നത്. 10 സെക്കൻഡ് വരെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഇപ്പം വെലോസിറ്റി 100 ആണ്. ഓക്കെ, അപ്പോൾ 4 സെക്കൻഡ്, ഓരോ സെക്കൻഡിലും 25 പോകുന്നുണ്ട്. 4 സെക്കൻഡ് ഗ്യാപ്പാണുള്ളത്. അപ്പോൾ ആ കംപ്ലീറ്റ് 100 വെലോസിറ്റിയും തീർന്നു പോകും. റൈറ്റ്. സോ അങ്ങനെ 100 വെലോസിറ്റി തീർന്നു പോകുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. വെലോസിറ്റി ഇതൊക്കെ ആക്സലേഷൻ നെഗറ്റീവ് ഡയറക്ഷൻ തന്നെയല്ല, കറക്റ്റാണ്, എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. മെത്തേഡ് എന്ന് പറഞ്ഞാൽ വി ഫൈനൽ അറിഞ്ഞൂടാ. വി ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 100 ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -250. സോ -250 ആണ്. സോറി, 4 × 25 ദാറ്റ് ഈസ് -100 റൈറ്റ്. സോ -100 ആണ്. സോ വി ഫൈനൽ എന്ന് പറഞ്ഞാൽ 0 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വി ഫൈനൽ 0 ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എക്സ് ടി ഗ്രാഫിന് ഞാനൊരു റഫ് ആയിട്ട് ഫിഗർ മാത്രമേ വരക്കുന്നുള്ളൂ, വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഇനീഷ്യലായിട്ട് ഇങ്ങനെ കൂടുന്നുണ്ട്, 0 അല്ല തുടങ്ങുന്നത്. ഫസ്റ്റ് തന്നെ ഒരു വെലോസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയി, അതുകൊണ്ട് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയി.
പിന്നെ മെല്ലെ കുറയാൻ തുടങ്ങും. പക്ഷേ വെലോസിറ്റി പോസിറ്റീവ് തന്നെ. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ നിർത്തി. സ്ലോപ്പ് 0 ആയില്ലേ, അത് തന്നെ, ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ പാർട്ടിക്കൽ സ്റ്റാർട്ട് മൂവിങ് റെസ്റ്റ് 5t സ്ട്രൈറ്റ് ലൈൻ, ഓക്കെ, ആക്സലേഷൻ 60, അപ്പോൾ വെലോസിറ്റി അറ്റ് t = 4 സെക്കൻഡ്. എന്ത് ചെയ്യുക, dv/dt is equal to acceleration. So dv is equal to 6t dt എന്ന് പറയാൻ പറ്റും. സോ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എത്ര, 0, ഫൈനൽ വെലോസിറ്റി അറിഞ്ഞുകൂടാ, അത് കണ്ടെത്താൻ പറഞ്ഞത്. ഇനീഷ്യൽ ടൈം 0, എത്ര സെക്കൻഡിലാണ് പറയാൻ, 4 സെക്കൻഡിൽ. സോ ഇവിടുന്ന് 6t²/2 0 മുതൽ 4 is equal to v ഫൈനൽ, ബിക്കോസ് v ഇനീഷ്യൽ 0 തന്നെയല്ല. അപ്പോൾ v ഫൈനലിന് സിമ്പിളായിട്ട് കണ്ടെത്താം. അതുപോട്ടെ, ഇനി v ആസ് എ ഫംഗ്ഷൻ ഓഫ് ft, അത് കണ്ടെത്താനുള്ള 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് നോർമലായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഇതേ പരിപാടി ചെയ്ത്, ഇപ്പോൾ ഞാൻ ചെയ്ത പരിപാടി തന്നെ ചെയ്ത്, അവിടെ നമുക്ക് ഈ 4 സെക്കൻഡ് അത് തന്നിട്ടില്ല, ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം വന്നിട്ടുള്ളൂ. സോ ഈ 4 സെക്കൻഡ് പകരം ഇവിടുന്ന് കൊടുക്കുക, t കൊടുക്കുക, എന്നിട്ട് നമുക്ക് നോർമലായിട്ട് ഇനി ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ഓരോ ലിമിറ്റ്സ് ഒന്നും കൊടുക്കാണ്ട് നോർമലായിട്ട് v is equal to 6t²/2 എന്ന രീതിയിൽ കൊടുക്കാം. എന്നിട്ടോ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്, t is equal to ഇനീഷ്യലി 0 എന്നൊക്കെ പറഞ്ഞിട്ട് t is equal to 0 v is equal to 0 എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ കോൺസ്റ്റൻറ്റ് കിട്ടും. സോ അതിനൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷനിൽ തന്നെ പോകാം. ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എഴുതുന്ന സമയത്ത്, അല്ലാണ്ട് നോർമലായിട്ട് ഉത്തരം കണ്ടെത്തതിൻ്റെ പകരം ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എഴുതാൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ തന്നെ ചെയ്യാം. എന്നാൽ ഏത് ടൈമാണോ കൊടുക്കേണ്ട പകരം നമ്മൾ അവിടെ ജസ്റ്റ് ഒരു t കൊടുക്കുക, അത്രേ ഉള്ളൂ. ബാക്കി പരിപാടി സിമ്പിൾ. ഇനി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് t is equal to 0 ഈസ്, ഇതെങ്ങനെ ചെയ്യുക ക്വസ്റ്റ്യന്. അപ്പോൾ ആക്സലേഷൻ തന്നിട്ടുണ്ട്, t is equal to 0 ഓരോന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയും ആദ്യം dv/dt is equal to acceleration, right? So that means dt. So dv is equal to a dt എന്നാണ്. സോ dv is equal to a എന്ന് പറഞ്ഞാൽ 0-നേക്കാളും 5-ൻ്റെ ഇടയിൽ. സോ 0 മുതൽ 5 വരെ ഒരു ഫംഗ്ഷനാണ്. സോ നമ്മൾ പറയും 25 - t², അതിൻ്റെ റൂട്ട് dt ആണ്, പ്ലസ് 0 മുതൽ ഇനി 5 മുതൽ എത്ര സെക്കൻഡ്, 7 വരെയല്ല. അപ്പോൾ 5 മുതൽ 7 വരെ എത്ര ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ 3π/8 dt ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇനീഷ്യലി 0 ആണ്, v ഫൈനൽ അറിഞ്ഞൂടാ. ഇനി ബാക്കി ഫുള്ള് മാത്സ് ആണ്. ഇനി ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ പഠിക്കും. സോ ഇങ്ങനെ ഡെഫിനിഷൻ മാറുന്നതുകൊണ്ടാണ് നമ്മൾ 2 ഇൻ്റഗ്രൽസ് ആയിട്ട് എഴുതിയെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത പാർട്ടിക്കൽ സ്റ്റാർട്ടിങ് ഫ്രം മോഷൻ ആൻഡ് റെസ്റ്റ്, ഏരിയകൾ 12, ഫൈൻഡ് v ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, റൈറ്റ്, 12t. സോ നമുക്കറിയാം dv/dt is equal to acceleration. That means dv is equal to acceleration dt. ഇൻ്റഗ്രേറ്റ് ചെയ്യാം 0 മുതൽ t വരെ, റെസ്റ്റിലാണ്. സോ വെലോസിറ്റി 0, v ഫൈനൽ അല്ലെങ്കിൽ v എന്ന് പറയാം. v is equal to നമുക്ക് പറയാൻ പറ്റും, ആക്സലേഷൻ 12t ആണ്. സോ 12t²/2, റൈറ്റ്, is equal to 6t². വെലോസിറ്റി ഓഫ് ടൈം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെയോ ഇനി എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കിട്ടണമെങ്കിൽ വെലോസിറ്റി is equal to dx/dt ചെയ്തിട്ട് സിംഗിളായിട്ട് ചെയ്യാം, വെറുതെ ഇനി വേസ്റ്റ് ചെയ്യേണ്ട സമയം. അടുത്ത ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ലെവൽ ക്വസ്റ്റ്യനാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ് ഇല്ലാണ്ട് ചെയ്യുന്നവർ ശരിക്കും പണി. അപ്പം പാർട്ടിക്കൽ സ്റ്റാർട്ട്സ് ഫ്രം മോഷൻ ഫ്രം റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ VT ഗ്രാഫ് അങ്ങോട്ട് വരക്കാണ്. സ്റ്റാർട്ട് റെസ്റ്റ് നിന്ന് തുടങ്ങുന്നത്. പിന്നെ ഹാവിങ് ആക്സലേഷൻ 10 m/s, പോസിറ്റീവ് ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻറ്റ്. സോ ഒരു സ്ട്രേറ്റ് ലൈനാണ്, മനസ്സിലായി. സ്ട്രേറ്റ് ലൈനായി പോയി സ്ട്രേറ്റ് ലൈനായി. പിന്നെ 6 സെക്കൻഡ് ആകുമ്പോൾ വരെ അപ്പോൾ നമുക്കിത് ഇത്ര 10 m/s ആണ്. 6 സെക്കൻഡ് ആകുമ്പോൾ അപ്പോൾ എത്ര ആയിരിക്കും വെലോസിറ്റി, 0 എന്ന് തുടങ്ങി. സോ 60 m/s ആയിരിക്കും നമ്മുടെ യൂണിറ്ററി മെത്തേഡ്. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളോട്, ഇവിടെ നമുക്ക് AT ഗ്രാഫ് തന്നിട്ടില്ല. AT ഗ്രാഫ് വേണമെങ്കിൽ വരക്കാം. അത് വരച്ചിട്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ചേഞ്ച് ഇൻ വെലോസിറ്റി. അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ഇൻ വെലോസിറ്റി ഒക്കെ കണ്ടെത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ tan θ is equal to 10 വരുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം. അത് പക്ഷേ വെറുതെ സമയം വേസ്റ്റാണ്. നമ്മൾ യൂണിറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു. 0 സെക്കൻഡ് 10 m/s കൂടുന്നുണ്ട് ഓരോ സെക്കൻഡ്. അപ്പോൾ 6 സെക്കൻഡ് 60 m/s ആവും. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അടുത്ത 6 സെക്കൻഡ് ശേഷം ആഫ്റ്റർ ഇറ്റ് മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വരെ പോകും. എത്ര സെക്കൻഡ് വരെ, 10 സെക്കൻഡ് വരെ. അപ്പം 6 ശേഷം എത്ര, 6 + 10 16 സെക്കൻഡ് വരെ അയാൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി പോകും. ഇത് പിന്നെ അയാൾ റിട്ടാർഡ് ചെയ്യും. ദാറ്റ് മീൻസ് അയാൾ വെലോസിറ്റി മെല്ലെ കുറയുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ, ദാറ്റ് മീൻസ് നെഗറ്റീവ് ആക്സലേഷനൊക്കെ റിട്ടാർഡ് ചെയ്യും, കാരണം വെലോസിറ്റി പോസിറ്റീവ് ആണ്. അപ്പോൾ റിട്ടാർഡ് ചെയ്യും 10 സെക്കൻഡ്. കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ -20 ആണ്. അപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. എത്ര സെക്കൻഡ് വരെ, 10 സെക്കൻഡ് വരെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ ഇപ്പോൾ ലിനിയർ വെലോസിറ്റി 60 ആണ്, റൈറ്റ്. അങ്ങനെ ആകുമ്പോൾ 10 സെക്കൻഡ് ആകുന്ന സമയത്ത് ഓരോ സെക്കൻഡും 1 സെക്കൻഡിൽ 20 കുറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ 10 സെക്കൻഡിൽ എത്ര കുറയും, 10 സെക്കൻഡിൽ കുറയുന്നുണ്ടെങ്കിൽ അത് -20 200 കുറയും. 10 സെക്കൻഡിൽ -200 കുറയും. അപ്പോൾ 60ൽ നിന്ന് -200 കുറച്ച് കഴിഞ്ഞാൽ ഇനി
10 സെക്കൻഡ് 16 10 സെക്കൻഡ് ശേഷമുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ 16 -200 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 140 ഉണ്ടാവും. എത്രയാവും? -140 ഉണ്ടാവും. സോ അതാണ് ഇനി ലാസ്റ്റ് 10 സെക്കൻഡ് ശേഷം ഉള്ള അതിൻ്റെ വെലോസിറ്റി. സോ അതാണ് ഞാൻ ആ ഒരു യൂണിറ്ററി മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം -20 10 സെക്കൻഡ് ശേഷം അയാൾ എന്ത് ചെയ്യും? വിത്തൗട്ട് ആക്സലേഷൻ എന്ന് പറയും. അപ്പോൾ ആക്സലേഷൻ ഇല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. സോ ആ -140 അയാൾ ഒരു 4 സെക്കൻഡ് ഇങ്ങനെ പോയി നിന്ന്. ആഫ്റ്റർ ദാറ്റ് ഇൻ ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ജേർണി ദി പാർട്ടിക്കൽ കംസ് ടു റെസ്റ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. അപ്പോൾ അതിനുശേഷം പിന്നെ അയാൾ ഒരു കോൺസ്റ്റൻറ്റ് ആക്സലറേഷനിൽ അങ്ങോട്ട് എത്തി. എത്ര സെക്കൻഡിന് ശേഷം? 10 സെക്കൻഡ്. അപ്പോൾ അടുത്ത 10 സെക്കൻഡിൽ അയാൾ കോൺസ്റ്റൻറ്റ് ആക്സലറേഷൻ. അതോ ഇയാളിപ്പോൾ നെഗറ്റീവ് വെലോസിറ്റിയിലുള്ളത്. സോ ഇയാൾ എന്താണ് റെസ്റ്റിലേക്ക് വരണമെങ്കിൽ അയാളുടെ ആക്സലേഷൻ പോസിറ്റീവ് ആണ്, റൈറ്റ്? സോ അതുകൊണ്ട് ആക്സലേഷൻ പോസിറ്റീവ് എന്ന രീതിയിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരച്ചു, അങ്ങനെ വരച്ചു ആയിപ്പോയി. അപ്പം ഈ ആക്സലേഷൻ എത്ര ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ സ്ലോപ്പ് കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് ഇപ്പോൾ ഇയാളുടെ വെലോസിറ്റി എത്രയായിരുന്നു? -40 140 ഉണ്ടായത്. അപ്പം 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് 40 സെക്കൻഡിൻ്റെ ഉള്ളിൽ 10 സെക്കൻഡിനുള്ളിൽ അയാളെ -140 തീർന്നു. ഇവിടെ 0 ആയില്ല വെലോസിറ്റി. 10 സെക്കൻഡിനുള്ളിൽ -40. അപ്പോൾ 1 സെക്കൻഡിനുള്ളിൽ എത്ര തീർന്നിട്ടുണ്ടാവും? 14 തീർന്നിട്ടുണ്ടാവും. 14 പോസിറ്റീവാണ്. ഓക്കെ, സോ 14 ഇതിൻ്റെ ആക്സലേഷൻ. സോ ഇവിടുന്ന് ലാസ്റ്റ് പാർട്ടിന് ആക്സലേഷൻ 16 കിട്ടിയിട്ടുണ്ട്. എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഏരിയസ് ട്രാവൽ ചെയ്യാം, ആഡ് ചെയ്യാം. സ്പീഡാണെങ്കിൽ സ്പീഡ് കണ്ടെത്താം, ആവറേജ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയസ് എല്ലാം ആഡ് ചെയ്യാം. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് എന്ന രീതിയിൽ. എക്സ്പാൻഡർ ആണെങ്കിൽ സിമ്പിളായിട്ട് ബാക്കിയെല്ലാം പരിപാടി ചെയ്യുന്നൊക്കെ ചെയ്യാം. ഇത്ര സിമ്പിളല്ലേ ക്വസ്റ്റ്യൻ? ഇതാണ് പരിപാടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ഈസ് മൂവിങ് വിത്ത് എ കാർ ഇൻ വെലോസിറ്റി 40 m/s പോലും. ശരി, ഹി സോ റെഡ് ലൈറ്റ്. ഓക്കെ, റെഡ് ലൈറ്റ് അപ്ലൈ ബ്രേക്ക് വിത്ത് റിയാക്ഷൻ ടൈം. ഒരു മനുഷ്യനുണ്ട്, 40 m/s ഉണ്ട്. അയാൾ എന്നിട്ട് അപ്ലൈ എന്താണ് റിയാക്ഷൻ ടൈം? അയാൾ ബ്രേക്ക് ഞെക്കുന്നത്, ഡീസലറേഷൻ ഞെക്കുന്നത് എപ്പോൾ? 0.2 സെക്കൻഡ് ശേഷം. സോ 0.2 സെക്കൻഡ് വരെ അയാൾ 40 m/s ഉണ്ടായത്. ശരി, അതിനുശേഷം അയാൾ -10 m/s പോലും. ഓക്കെ, ഗുഡ്. സോ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ വെലോസിറ്റി 0 ആവുന്നത്. സോ വെലോസിറ്റി 0 ആവുന്നുണ്ടെങ്കിൽ അത് എത്ര ആയിരിക്കും? ഇവിടെ ഈ പറഞ്ഞ ടൈം എത്ര? ഇപ്പം നമ്മുടെ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ -10 ആണ്. ഇപ്പോൾ നമ്മൾ 40 m/s ആണുള്ളത്. 40 m/s കംപ്ലീറ്റ് 0 ആവുന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? 4 സെക്കൻഡ് എടുക്കും. ആ 4 സെക്കൻഡ് ഈ 0.2 സെക്കൻഡ്സ് മുതൽ 4 സെക്കൻഡ് എടുക്കും, റൈറ്റ്? അങ്ങനെയല്ല, 40 തീർന്ന് കിട്ടണമല്ലോ, 0ലേക്ക് പോകണം. കാരണം അയാൾ 0 ആവുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എത്രയാണ്? 4 സെക്കൻഡ് ഗ്യാപ്പ് ആയിരിക്കും. സോ 4 + 0.2 4.2 ആയിരിക്കും ഈ കോർഡിനേറ്റ്. ആ കോർഡിനേറ്റ് എങ്ങനെ അറിയാമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാൻ തീറ്റ ഉപയോഗിക്കാം. ഇത് ഇങ്ങനെ വീഴുന്നുണ്ട്, അപ്പോൾ ഈ പറഞ്ഞ സാധനം എത്ര നോക്കണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് ആ ടാൻ തീറ്റ -10 ഇക്വേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ആക്സലേഷൻ ടൈം ഗ്രാഫ് വരക്കാം. ആക്സലേഷൻ ടൈം ഗ്രാഫ് വരച്ചതിന് ശേഷം അതിൻ്റെ എന്ത് ചെയ്യുക? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല അതിൻ്റെ ഏരിയ കണ്ടെത്തുക. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടിക്കൂടെ? അത്ര തന്നെ. സോ ഇത് നമുക്ക് ഗ്രാഫായി എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറയുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഈ ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവാണ്. പോസിറ്റീവ് തന്നെയല്ലേ? അപ്പം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, ഈ ഏരിയ തന്നെയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഉത്തരമായി. കാരണം ബ്രേക്ക് വെക്കിയതിന് ശേഷം അയാൾ എത്ര അങ്ങോട്ടേക്ക് പോയി? ആ 0.2 സെക്കൻഡ് ആ ഒരു സ്ഥലത്ത് മുതൽ അങ്ങോട്ടേക്ക്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഏരിയ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആയി 88. സിമ്പിൾ. ഈ സംഭവം എന്ന് വെച്ചാൽ ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം v/dt. അതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ dt ഇൻ്റഗ്രേറ്റ്, റൈറ്റ്? അതേപോലെ തന്നെ ആവറേജ് കറണ്ട് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ആവറേജിനെല്ലാം ഒരേ പോലത്തെ സാധനങ്ങളാണ്, ഒരേ ഇക്വേഷൻസ് തന്നെയാണ്. v/dt ആവറേജ് ആക്സലേഷൻ ആണ് a/dt/dt. ആവറേജ് കദ്ദു ആണെങ്കിൽ a കദ്ദു ബൈ ഇൻ്റഗ്രൽ ഓഫ് dt. അങ്ങനെയാണ് പരിപാടി. അത് വളരെ സിമ്പിൾ. അങ്ങനെ തന്നെ ഉണ്ടാവാൻ എല്ലാം. ഇനി ഓൾട്ടർനേറ്റീവ് കറങ്ങുന്ന ചാപ്റ്ററിലൊക്കെ പല രീതിയിൽ ആവറേജ് വരും. അതൊക്കെ സെയിം ഇക്വേഷൻ തന്നെയാണ്. ജസ്റ്റ് ഈ എന്താണ് സാധനത്തിൻ്റെ ആ സാധനം അവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. കദ്ദു ആണെങ്കിൽ കദ്ദു, അത്ര തന്നെ.